ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ശ്ലീഹാ നോമ്പിൻ്റെ 11-ാം ദിനമായ ഇന്ന് അല്പസമയത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 17-ാം അധ്യായം 14 മുതൽ 20 വരെയുള്ള വാക്യങ്ങളാണ്. ഈ ഭാഗത്ത് ഭൂതോപദ്രവത്താൽ ബുദ്ധിമുട്ടുന്ന തൻ്റെ മകനെ ശിഷ്യന്മാരുടെ പക്കൽ സൗഖ്യത്തിനായി കൊണ്ടുവരുന്ന ഒരു പിതാവിനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. എന്നാൽ ശിഷ്യന്മാർക്ക് അവനെ സൗഖ്യമാക്കുവാൻ സാധിക്കുന്നില്ല. പിന്നീട് യേശു ആ മകനെ സൗഖ്യമാക്കുന്നു. തുടർന്ന് യേശു ശിഷ്യന്മാരോട് ഇപ്രകാരം പറയുന്നു: നിങ്ങളുടെ അല്പവിശ്വാസം നിമിത്തമത്രേ. നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും. നിങ്ങൾക്ക് ഒന്നും അസാധ്യമാകുകയുമില്ല. ഇതിനെ ആസ്പദമാക്കി 2 ചിന്തകളാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായി, ക്രിസ്തുവിൻ്റെ ചുവട് പിടിച്ചവരെങ്കിലും വിശ്വാസം വഴിതെറ്റിയ ഹൃദയങ്ങൾ. യേശുവിൻ്റെ കൂടെ നടന്ന ശിഷ്യർ, ദിനം പ്രതി അവൻ്റെ അത്ഭുതങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചവർ, സ്വയമായി ക്രിസ്തു സാന്നിധ്യം രുചിച്ചറിഞ്ഞവർ, യേശു തന്നെ നിയോഗിച്ചയച്ചവർ. എന്നിട്ടും ഒരു പ്രതിസന്ധി മുന്നിൽ വന്നപ്പോൾ അവിശ്വാസം മൂലം അവർ പതറിപ്പോകുന്നു. ഇങ്ങനെ തന്നെയല്ലേ പലപ്പോഴും നമ്മുടെ ജീവിതങ്ങളും? പാരമ്പര്യമുള്ള ക്രിസ്തീയ കുടുംബം, മുടങ്ങാത്ത വിശുദ്ധ കുർബാനകൾ, നാം പ്രാർത്ഥിക്കാറുണ്ട്, ഉപവസിക്കുന്നുണ്ട്, വചനം ധ്യാനിക്കുന്നുണ്ട്, നാം ശാരീരികമായും മതപരമായും ക്രിസ്തുവിനോട് വളരെ അടുത്ത് നിൽക്കുന്നുണ്ട്. എന്നാൽ പലപ്പോഴും വിശ്വാസത്തിൽ നാം അകൽച്ച കാണിക്കാറില്ലേ? നമുക്കൊരു പ്രതിസന്ധി വരുമ്പോൾ ഭയത്തോടെ അല്ലാതെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? നാം എല്ലാവരും നമ്മുടെ ജീവിതത്തിൽ ഉടനീളം ക്രിസ്തു സാന്നിധ്യം തിരിച്ചറിഞ്ഞവരാണ്. എന്നാൽ പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ അവൻ്റെ ശക്തിയെ നാം സംശയിക്കുന്നു. ഈ നോമ്പുകാലം നമ്മുടെ ഹൃദയങ്ങളെ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുന്നതാവണം. നാം ക്രിസ്തുവിനോട് അടുത്ത് നടക്കുന്നു എന്നതിലുപരി അവനെ പരിപൂർണമായി വിശ്വസിക്കുന്നുവോ എന്ന് നമ്മോട് തന്നെ ചോദിക്കണം. രണ്ടാമതായി, കടുകുമണിയോളം ചെറിയ വിശ്വാസം ജീവിത പർവ്വതങ്ങളെ പോലും കുലുക്കുന്ന ശക്തിയാണ്. വെറും കടുകുമണിയോളം വിശ്വാസമാണ് ക്രിസ്തു നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. കടുകുമണി കാഴ്ചയിൽ ചെറുതെങ്കിലും അതിൽ നിന്ന് ഉത്ഭവിക്കുന്നത് പടുകൂറ്റൻ മരമാണ്. അതുപോലെ നമ്മുടെ വിശ്വാസം ക്രിസ്തുവിൽ അർപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത് വലിയ അത്ഭുതങ്ങൾക്ക് കാരണമാകുന്നു. അനേകം കുന്നുകളുടെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. പലപ്പോഴും അതൊക്കെ അസാധ്യമെന്നും തോന്നും. അപ്പോൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ വലിപ്പമല്ല, മറിച്ച് വലിയവനായ ദൈവത്തിൻ്റെ ശക്തി അതിൻ്റെ മധ്യേ വെളിപ്പെടും. ഈ നോമ്പ് കാലങ്ങളിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാനും ആഴമായി വിശ്വസിക്കുവാനും വിശ്വാസത്തിൽ നിലനിൽക്കുവാനും നമുക്ക് സാധിക്കണം. നമുക്ക് ഇപ്രകാരം പ്രാർത്ഥിക്കാം: ദൈവമേ, കണ്ണ് കണ്ടിട്ടില്ലാത്തതും ചെവി കേട്ടിട്ടില്ലാത്തതുമായ വൻ കൃപകൾ പ്രാപിപ്പാൻ കടുകുമണി പോലുള്ള വിശ്വാസം ഞങ്ങളുടെ ഉള്ളങ്ങളിൽ തരേണമേ. അങ്ങയോടടുത്ത് നടക്കുന്നതിലുപരി അങ്ങിൽ പരിപൂർണമായി വിശ്വസിക്കുവാൻ ഞങ്ങളെ ഇടയാക്കണമേ. ഞങ്ങളുടെ വിശ്വാസം അനേകർക്ക് സൗഖ്യത്തിൻ്റെ അനുഭവവും ക്രിസ്തുവിങ്കലേക്കുള്ള പാതയുമാക്കി തീർക്കണമേ. ആമേൻ.